എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് എനിക്ക് കുറച്ച് പുതിയാപ്പിളക്കൊര അഥവാ കിളിമീൻ കിട്ടിയിട്ടുണ്ട്. വളരെ ചെറുതാണ്. ഇത് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ ഇച്ചിരി പണിയായിരുന്നു. എന്നാലും ഞാൻ ക്ലീൻ ചെയ്തെടുത്തു. ഒക്കെ വൃത്തിയാക്കി വെച്ചതാണ്. ഇത് ഉപ്പൊക്കെ ഇട്ട് തേച്ച് കഴുകി. ഇത് ഇച്ചിരി മാങ്ങയിട്ട് കറി വെക്കാമെന്ന് ഓർത്തു കേട്ടോ. മാങ്ങയുണ്ട്, പച്ചമുളകുണ്ട്, ചെറിയ ഉള്ളി വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്, നീളത്തിലും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, ഇച്ചിരി കറിവേപ്പിലയുണ്ട്. ഇനി ഇത് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് തേങ്ങ എടുക്കുള്ളൂ. മുളക് പൊടിയുണ്ട്, മഞ്ഞൾപ്പൊടിയുണ്ട്, ഉപ്പുണ്ട്. ഇനി ഇതിൻ്റെയൊക്കെ ആവശ്യം ഇച്ചിരി ഉലുവ, കടുക്, വെളിച്ചെണ്ണ, ആവശ്യത്തിന് വെള്ളം. നമുക്ക് ഈ മീനിലേക്ക് മാങ്ങ, ഉപ്പ്, മഞ്ഞൾ, മുളക് പൊടി, കറിവേപ്പില, പച്ചമുളകൊക്കെ ഇട്ടിട്ട് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം. എല്ലാം കൂടി ഒന്നിച്ചാണ് വെക്കുന്നത് കേട്ടോ. ഇതിനധികം വേവില്ല. ഈ മീൻ ഒത്തിരി വെന്താങ്ങ് പൊടിഞ്ഞു പോകും. ഇത് മൂടിയൊന്ന് നമുക്ക് വേവിക്കാം. ഇതുണ്ട്, നല്ലോണം അപ്പോൾ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. മാങ്ങ കഷ്ണമൊന്നും ഉടഞ്ഞു പോകാതെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ചത്, വേറെ ഒന്നുമില്ല, തേങ്ങ മാത്രം അരച്ചത് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ചാറ് ഒത്തിരി ആവശ്യമുള്ളവർക്ക് ഇത് ജാറും കൂടി കഴുകിയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ ഇളക്കരുത്. തവി കൊണ്ട് ഇളക്കിയിട്ടുണ്ട് പൊടിഞ്ഞു പോകും. ഞാൻ ചട്ടി ചുറ്റിക്കുക ചെയ്തത്. അത് കാണിക്കാൻ പറ്റില്ല. കയ്യിൽ മൊബൈൽ കൊണ്ട് ഇത് വീഡിയോ എടുക്കുന്നുണ്ടേ, ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് പയ്യെ തള വരുമ്പോൾ നമുക്ക് ഇത് സ്റ്റവ് ഓഫാക്കാം. എന്നിട്ട് ഒരു ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ, ചീനച്ചട്ടി. അതിൽ ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇച്ചിരി ഉലുവ ഇട്ട് കൊടുക്കാം. ഈ ഉലുവ എൻ്റെ അടുത്ത് ഉലുവാപ്പൊടി ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഉലുവാപ്പൊടിയാണ് ചേർക്കുന്നത് മീൻ കറിയിൽ ഇച്ചിരി. അതാണ് അതിൻ്റെ ഏറ്റവും നല്ല മണവും രുചിയൊക്കെ വരുന്നത്. ഉലുവ ഇട്ടു. ഇനി ഉലുവ ഇട്ട് പൊട്ടി കഴിയുമ്പോൾ നമുക്ക് ഇച്ചിരി ഞാൻ ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചല്ലോ, വട്ടത്തിൽ അരിഞ്ഞത്, അത് ഇട്ട് നമുക്ക് കടുക് വറക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് കേട്ടോ, അധികം പണിയൊന്നുമില്ല. ഞാൻ മല്ലിപ്പൊടി ചേർക്കാറില്ല. മല്ലിപ്പൊടി ചേർത്താൽ അന്ന് കൂട്ടുവാണെങ്കിൽ കുഴപ്പമില്ല, അത് വേഗം വലിച്ചു പോകും. ഇതും തേങ്ങ അരച്ചുകൊണ്ട് അധികം ദിവസമൊന്നുമില്ല, ഒന്ന് ചൂടാക്കി വെക്കുവാണെങ്കിൽ ഒരു ദിവസം. ഇത് കറിവേപ്പിലയും കൂടി ഇട്ടു. ഞാൻ ഇത് കടുകൊക്കെ വറുത്തു. ഇത് കണ്ടോ, നല്ല കുറുകിയ കറിയാണ്, നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇത് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ചോറിനൊക്കെ സൂപ്പർ കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ഷെയറും കമൻറ്റും വേണം കേട്ടോ. എനിക്ക് കമൻ്റ് ആരും തരാറില്ല, ഒന്ന് കമൻ്റ് ഇട്ടേക്കണേ.